നമസ്കാരം. ഒരു ചെറിയ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് തട്ടിപ്പുകൾ പലവിധം, അതിൽ ഒരു തരം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ എനിക്കൊരു SMS വരികയുണ്ടായി. അപ്പോൾ ഞാൻ ഓപ്പണാക്കി നോക്കിയപ്പോൾ എൻ്റെ ഒരു വണ്ടിക്ക് ഒരു ചെല്ലാൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമുക്ക് പരിവാഹൻ്റെ എന്തെങ്കിലും ഒരു മെസ്സേജോ കാര്യങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ പരിവാഹൻ എന്ന് പറഞ്ഞായിരിക്കും അതിൻ്റെ ടൈറ്റിൽ വരുന്നത്. ഇത് ഒരു നമ്പർ മാത്രമായിരുന്നു. അപ്പോൾ തന്നെ എനിക്കൊരു ചെറിയ സംശയം തോന്നി. ഞാൻ പരിവാഹൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കതിൽ പെനാൽറ്റി ഒന്നും കിടപ്പുള്ളതായിട്ട് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ വന്ന ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാര്യം എനിക്കൊരു ഡൗട്ട് തോന്നാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അതൊരു നമ്പറിൽ നിന്ന് വന്ന ഒരു മെസ്സേജ് ആയതുകൊണ്ടാണ്. പരിവാഹൻ്റെ സൈറ്റിൽ കയറി നമുക്ക് പെനാൽറ്റി ഒന്നുമില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ ഈ വന്ന മെസ്സേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ കൂടെ പഠിച്ച ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുണ്ട്, പുള്ളിക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ രാവിലെ എനിക്കതിൻ്റെ റിപ്ലൈ വന്നു, ഇത് സംഭവം ഉടായിപ്പാന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക. നമുക്കിപ്പോൾ എല്ലാവർക്കും വാഹനങ്ങളുള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനൊരു മെസ്സേജ് കാണുമ്പോൾ നമ്മൾ ആ മെസ്സേജ് ഓപ്പൺ ആക്കുകയും അതോടൊപ്പം എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷ കൊണ്ട് നമ്മൾ ആ ഒരു ലിങ്കിൽ കയറി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അഥവാ പരിവാഹനിൽ നിന്നാണ് എന്തെങ്കിലും ഇത് ചെല്ലാൻ റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് വരുന്നത് എങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ടൈറ്റിലോട് കൂടിയായിരിക്കും വരുന്നത്. പിന്നെ തന്നെയല്ല, അങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാലും നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിലൊന്ന് കയറി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം മാത്രം ഒരു ഡിസിഷൻ എടുത്തിരുന്നാൽ മതി. ഇതെന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറയുന്നത്, നമ്മൾ പരിവാഹൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ നമ്മളുടെ വണ്ടിയുടെ ഡീറ്റെയിൽ വരികയാണ്. അപ്പോൾ നമ്മളുടെ ഡേറ്റാസൊക്കെ എത്രമാത്രം സുരക്ഷിതമാണെന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കരുതലോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മെസ്സേജ് പാസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പാനിക്കാവേണ്ട കാര്യമില്ല. സന്ദർഭം അനുസരിച്ചിട്ട് നമ്മൾ സമയോചിതമായ നടപടി കൈക്കൊണ്ടിരുന്നാൽ മതി. ഇതിലേറ്റവും രസകരമായ ഒരു കാര്യം, വന്ന ആ ഒരു ഒഫൻസ് എന്ന് പറയുന്നത് റാഷ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ ഏത് വണ്ടി ആയിരുന്നാലും ടയറിൽ മണ്ണ് പറ്റാതെ എങ്ങനെ പരിപാലിക്കാം എന്നുള്ളതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്ന എൻ്റെ അടുത്താണ് ഞാൻ റാഷ് ഡ്രൈവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നത്. കാര്യം ഇത്രയും നാളത്തെ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനൊരു പെറ്റിയോ കാര്യങ്ങളോ ഒന്നും നാട്ടിലാണെങ്കിലും വന്നിട്ടില്ല, വിദേശത്താണെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ആ ഒരു സംശയം തോന്നാനുണ്ടായ കാരണവും. അപ്പോൾ അത് വെച്ചിട്ട് ചെക്ക് ചെയ്തപ്പോഴാണ് പക്ക ഫേക്കാണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് എവരിലേക്കൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ എടുത്തു എന്നുള്ളതേ ഉള്ളൂ.